السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യതഅബ്ബദൂന ഫി റമളാന വയജ്തഹിദൂന ഫിൽ അഅമാലി ഫഇദൻ സലഖ തറക്കു. ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യതഅബ്ബദൂന ഫി റമളാൻ, ചില ആളുകൾ പരിശുദ്ധമായ റമളാൻ മാസം വന്നെത്തിക്കഴിഞ്ഞാൽ കൂടുതലായി ഇബാദത്തുകളിൽ മുഴുകുകയും വയജ്തഹിദൂന ഫിൽ അഅമാൽ, പ്രവർത്തനങ്ങളിൽ അവർ വളരെയധികം ഇജ്തിഹാദോടുകൂടി വളരെയധികം പരിശ്രമത്തോടുകൂടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫഇദൻ സലഖ, എന്നിട്ട് ആ റമളാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ തറക്കു, അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ വിട്ടൊഴിഞ്ഞു നിൽക്കും. അവർ കൃത്യമായി ജമാഅത്തിന് വന്നവരായിരിക്കും. അതുപോലെ തന്നെ അവർ ഖുർആൻ പാരായണം നടത്തിയവരായിരിക്കും. അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിച്ചവരായിരിക്കും. ഈ രൂപത്തിൽ സാലിഹായ കർമ്മങ്ങൾ ഒരുപാട് റമളാനിൽ മാത്രമായിക്കൊണ്ട് ചുരുക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായമെന്ന് മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ബിഅ്സൽ ഖൗമു ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമളാൻ. റമളാനിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയുന്ന ഒരു സമൂഹം, അവർ എത്ര മോശപ്പെട്ട സമൂഹമാണ് എന്ന്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, പലപ്പോഴും പല ആളുകളും പരിശുദ്ധമായ റമളാൻ വരുമ്പോഴേക്ക് അവർ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും വൃത്തികളിൽ നിന്നൊക്കെ മാറി പള്ളിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നത് കാണാം. അവരെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തല്ല, മറിച്ച് അവർ ഒരിക്കലും ആ റമളാൻ കൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, അത് ചുരുക്കരുത്. മറിച്ച് റമളാനെ ഒരു പാഠശാലയായി കണ്ട് ആ റമളാനിൽ പരിചയിച്ചെടുത്ത കാര്യങ്ങൾ വീണ്ടും ഷവ്വാൽ 1 മുതൽ വീണ്ടും അങ്ങോട്ട് ജീവിതത്തിൽ തുടർത്താൻ അവർ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ കർമ്മങ്ങളെ കൊണ്ട് നാളെ ആഖിറത്തിൽ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഉപകാരപ്പെടുകയുള്ളൂ. പണ്ഡിതന്മാർ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും റമളാനികളാവരുത്, മറിച്ച് നിങ്ങൾ റബ്ബാനികളാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുക. റമളാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായി മാറാതിരിക്കുക. കാരണം റമളാനിനെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അതിൽ ബറക്കത്ത് നൽകുകയും ഒക്കെ ചെയ്തത് റഹ്മാനായ റബ്ബാണ്. അപ്പൊ ആ റബ്ബിന്റെ ആളുകളായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്, അതല്ലാതെ റമളാനികളായിട്ട് ആവരുത് നിങ്ങൾ മാറേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ റമളാനിൽ തുടങ്ങിയതാണെങ്കിലും ഇനി അങ്ങോട്ടും ഇനി കൃത്യമായി ജമാഅത്തിൽ ഞാൻ പങ്കെടുക്കും, കൃത്യമായ അമലു സാലിഹാത്തുകൾ ഞാൻ ജീവിതത്തിൽ തുടർത്തും എന്നൊരു നിയ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ റമളാനിൽ ചെയ്യേണ്ടത്. ഈ റമളാൻ കടന്നു കഴിയട്ടെ, എന്നിട്ട് എനിക്ക് ഞാൻ തിന്മ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരെ പറ്റിയിട്ടും പണ്ഡിതന്മാർ പറയാറുണ്ട്, അവരുടെ റമളാൻ കൊണ്ട് അവർക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ നിശ്ചയിച്ചത് എന്തിനാണ്? തഖ്വ ഉണ്ടാകില്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ നിശ്ചയിച്ച സിയാമിനെ നോമ്പിനെ നിശ്ചയിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞത്, അതിന്റെ കാരണം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ ഒരാൾ റമളാനിൽ പ്രകടമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അയാൾ വിചാരിക്കുകയാണ് ഈ റമളാൻ കടന്നു കഴിയട്ടെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാ തിന്മകളിലേക്കും കടന്നു പോകും എന്നൊരു നിയ്യത്തോടു കൂടി മനസ്സിലൊരാഗ്രഹം ഉണ്ടായിട്ടാണ് അങ്ങനെ റമളാനിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ, എല്ലാ തിന്മയും റമളാനിൽ ഒഴിവാക്കി വെക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ആ റമളാൻ ഒരിക്കലും എന്തില്ല, ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പരിശുദ്ധമായ റമളാനെ അതിൻ്റെ പവിത്രതയോടുകൂടി തന്നെ ഉൾക്കൊള്ളാനും തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ പകർത്താനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.